ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു എൻജിനീയർ ഒരു കാറ് ഉണ്ടാക്കി. ആ കാറെന്ന് വെച്ചാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാറാണ്. ഒരു വലിയ റൂമിൻ്റെ അകത്താണ് ആ കാർ ഉണ്ടാക്കിയത്. ഒരാൾ പറഞ്ഞ് ഇന്ന ഇന്ന സംഭവങ്ങൾ ഫെസിലിറ്റീസൊക്കെ ആ കാറിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് ഈ എൻജിനീയർ ഈ കാറ് ഉണ്ടാക്കിയത്. ഓണർ വന്ന് നോക്കിയപ്പോൾ അയാൾക്ക് കാറ് നല്ല ഇഷ്ടമായി. അങ്ങനെ ആൾ പൈസയൊക്കെ കൊടുത്തിട്ട് കാറ് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ കാർ ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടല്ലോ, ആ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് കാർ ഇറങ്ങുന്നില്ല. അതിൻ്റെ മേൽഭാഗം ആ ഭിത്തിയിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതായത് കാറിന് കുറച്ച് വലിപ്പം കൂടിപ്പോയി, എൻട്രൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കുറച്ച് വലിപ്പം കൂടിപ്പോയി. അപ്പോൾ എൻജിനീയർക്ക് ആകെ വിഷമായി. അയ്യോ, ഇത് കാറ് പുറത്തേക്ക് ഇറക്കാതെ എങ്ങനെ ഇത് കൊണ്ടുപോവാ? എല്ലാവരും വരും, ടെക്നീഷ്യൻസ് എല്ലാവരും വന്ന് എന്താ ചെയ്യുക? കാറിൻ്റെ എന്തായാലും മേൽഭാഗം പൊളിച്ചിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പല ആളുകൾ, പല ടെക്നീഷ്യൻസൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? ഇതിനി പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല, ഇനി കാറ് പൊളിച്ചിട്ട് മാറ്റണം. അങ്ങനെയൊക്കെ പല ഡിസ്കഷനും അവിടെ നടന്നു. അപ്പോൾ ഈ കാർ ഉണ്ടാക്കിയ എൻജിനീയർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ എൻട്രൻസിൻ്റെ ആ മതിലില്ല, കുറച്ച് ഇടിച്ച് കളയാം, ഇത് പുറത്തേക്ക് ഇറക്കിയിട്ട്, എന്നിട്ട് നമുക്ക് പിന്നെ മതിൽ വേണമെങ്കിൽ അത് ശരിയാക്കാമല്ലോ, ഭിത്തി ശരിയാക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാറിൻ്റെ ഓണർ പറഞ്ഞു, കാർ പുറത്തേക്ക് ഇറക്കുമ്പം തന്നെ ആ ഒരു പൊടിക്കുക മീൻസ് അതൊക്കെ ബാഡായിട്ടുള്ള ഒമൻസാണ്, അതൊന്നും ശരിയായിട്ടുള്ള ഒരു നല്ല സൂചനകളല്ല ഈ കാറിന്. അതുകൊണ്ട് എനിക്ക് ഇനി കാറ് വേണോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ നാശനഷ്ടമൊക്കെ വരുത്തിയിട്ട് ഈ കാറ് പുറത്തേക്ക് ഇറക്കിയാൽ അതെനിക്ക് നന്നായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ആ കാറിൻ്റെ ഓണർ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആകെ സങ്കടം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പുറത്തൊരു വാച്ച്മാൻ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈ കാർ ഇങ്ങനെ എൻട്രൻസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അയാളിങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, പിന്നെന്താ, ഈ കാറിൻ്റെ 4 ടയറൊന്ന് കുറച്ച് കാറ്റങ്ങോട്ട് പുറത്തേക്ക് കളയാം. ആ കാറ്റ് പോകുമ്പോഴത്തേനും ആ കാറൊന്ന് താഴും, അപ്പോൾ എല്ലാവരും കൂടെ ഉന്തി പുറത്തേക്ക് ഇറക്കാം, എന്നിട്ട് കാറ്റ് പിന്നെ അടിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും ശരിയാണല്ലോ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നവും ഇല്ല, കാറ്റഴിച്ച് വിടുക, ഉന്തി പുറത്തേക്ക് ഇറക്കാം, പിന്നെയും കാറ്റടിക്കാം, അപ്പോൾ കാറ് പഴയ പോലെ, വേറെ ഒരു പ്രശ്നങ്ങളും. നോക്കൂ, ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്നായിരിക്കും, വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ നിന്നായിരിക്കും നമുക്ക് നല്ല നല്ല ഐഡിയാസ് കിട്ടുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. അതായത് ഈ കാറ് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരിക്കും ഒരു പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധിയുടെ പരിഹാരം എന്ന് പറയുന്നത് എന്താ? കാറ്റഴിച്ചു വിടുക, അല്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ, സംഘർഷങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള ചില കാറ്റാണ്. ആ കാറ്റെന്ന് പറയുന്നത് ചിലപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ്സ് ആകാം, ചിലപ്പോൾ നമ്മുടെ ദേഷ്യമാകാം, നമ്മുടെ ഈഗോ ആവാം. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ആ കാറ്റായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. അതങ്ങോട്ട് അഴിച്ചുവിടാം, അതങ്ങോട്ട് കളയുക, ആ ദേഷ്യം അങ്ങോട്ട് കളയുക, വെറുപ്പ് കളയുക, വിദ്വേഷം കളയുക, ആങ്സൈറ്റി അങ്ങ് കളയുക, നമ്മുടെ ഞാനെന്ന ഭാവം അങ്ങോട്ട് കളയുക. അപ്പോൾ ആ ജീവിതത്തിലെ പ്രതിസന്ധിയും ലൈറ്റായിട്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറക്കാം, അത് പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ആ പ്രതിസന്ധി ഇല്ലാതെയാവും. അപ്പോൾ ഈ സ്റ്റോറി വളരെ നല്ലൊരു സ്റ്റോറിയാണ്. പ്രധാനമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണം നമ്മുടെ ഈഗോ തന്നെയാണ്. അതിനെപ്പറ്റി ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് 2-ാം അധ്യായത്തിലെ 71-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ അഹങ്കാരം, മമത, അമിതമായ ആഗ്രഹങ്ങൾ, ഇതൊക്കെ വെടിഞ്ഞ് ജീവിക്കുന്നവർക്ക് മാത്രമേ വളരെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ കയറ്റി വീർത്ത് വീപ്പക്കുറ്റിയായിട്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നാലും നമുക്കൊരിക്കലും സമാധാനം കിട്ടില്ല. അപ്പോൾ ഈ വാച്ച്മാൻ്റെ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും ക്ലാപ്പ് ചെയ്തു. അങ്ങനെ വലിയൊരു പ്രോബ്ലം വളരെ ലൈറ്റായിട്ട് സോൾവ് ചെയ്യും. ഇതിൽ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ വലുതായിട്ട് തിങ്ക് ചെയ്യും. അതായത് ഈ പ്രശ്നത്തിന് വലുതായിട്ട് വീർപ്പിക്കും നമ്മൾ ആ പ്രശ്നത്തിന്. അതിന് പകരം ഇതിനെ വളരെ സിമ്പിളായിട്ട് എടുത്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും അത് ഈ കാറ്റ് പോകുന്ന പോലെ അങ്ങോട്ട്. അതുപോലെ ചില പ്രശ്നങ്ങളിൽ ചിലതായിട്ട് നമ്മളൊന്ന് താന്നു കൊടുക്കേണ്ടി വരും, അപ്പോഴേ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് റിലീഫ് ആവാൻ പറ്റും. അപ്പോൾ താന്നു കൊടുക്കണമെങ്കിൽ ഈഗോയുടെ കാറ്റഴിച്ച് വിടണം. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഹാപ്പി സോൾസാണ്. എല്ലാ ആത്മാക്കളും വളരെ ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. സീസൺസ് ചേഞ്ചസ്, സിറ്റുവേഷൻസ് ചേഞ്ചസ്, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ, എൻജോയ് ഈച്ച് മൊമെൻറ്റ്സ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.